ഓണദിന പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്റ്റൈലിഷ് ലുക്കിൽ മെൻസ് വെയർ കളക്ഷനുമായി ഡൗൺ ടൗൺ ഫാഷൻ സ്റ്റോർ പാറമേൽപ്പടി, ദീപാസ് ആൻഡ് ലൂംസ്, ആലുക്കാസ് ഗ്രൗണ്ടിന് എതിർവശം, ചേലക്കര. പൊന്നോണം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ നിറം ഫാബിനോടൊപ്പം. Let's celebrate this Onam with Nakriti. Nakriti Ethnic Store near Bus Stand, Chelakra. ഗ്ലാസ് പോളിഷ് വർക്ക്, ഗ്ലാസ് കളറിംഗ് വർക്ക് എന്നിവ ചെയ്തു നൽകുന്നു. മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഫോൺ 9745663572. ഈ ഓണം ഷിഹാസ് കളക്ഷനോടൊപ്പം ആഘോഷിക്കൂ. ഷിഹാസ് കളക്ഷൻസ്, ചേലക്കര. വേദമിത്ര വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്. ശുദ്ധമായ വെജിറ്റേറിയൻ സംസ്കാരം ചേലക്കരയ്ക്ക് സമ്മാനിച്ച ഞങ്ങളെ നെഞ്ചിലേറ്റിയ ഏവർക്കും നന്ദി. ക്രിസ്റ്റൽ ദ റിയൽ മെൻ ഷോപ്പ്, A+ അക്കാദമിക്ക് സമീപം, ചേലക്കര. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവില്ലാമല. ലക്ഷ്യം ജോലിയാണോ? എങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ജിടെക്കിൽ തന്നെയുള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ? വേഗം തിരുവില്ലാമല ജിടെക്കിൽ ചെയ്തല്ലേ. വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ. The Royal Beauty Ladies Beauty Parlor and Spa, the complete beauty solution. Opposite Multi Stores near Alukas Ground, Chelakara. പാമ്പാടി സ്പോർട്സ് അരീന, തിരുവില്ലാമല, പാമ്പാടി. For booking, call now. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഓണസല്ലാപത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രണ്ട് വിശിഷ്ട അതിഥികളാണ് അല്ലേ. കട്ടപ്പാടത്തെ മാന്ത്രികന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ കൂടെയാണ്. സ്വാഗതം. ഓക്കെ. നമ്മുടെ പുതിയ വിശേഷം എന്ന് പറയുന്നത് കട്ടപ്പാടത്തെ മാന്ത്രികൻ അല്ലേ. മാന്ത്രികൻ എന്ന് പറയുമ്പോൾ മന്ത്രജാലമൊക്കെ അറിയുന്ന ആള് തന്നെയാണോ? എങ്ങനെയാണ്? തെറ്റിപ്പോയി. കാരണം മാന്ത്രികൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് പാടുന്ന ഒരാളെയും മാന്ത്രികൻ എന്ന് പറയും, നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ആളെയും മാന്ത്രികൻ എന്ന് പറയും. അങ്ങനെ പല രീതിയിലും മാന്ത്രികനെ നമുക്ക് അങ്ങനെ അയാൾക്കൊരു മാന്ത്രികത ഉണ്ട്. ഇപ്പം നന്നായിട്ട് ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്കല്ല, ഓർഗൻ വായിക്കുന്ന ആൾ എന്തൊരു മാന്ത്രിക വിരലുകളാണ് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ സിനിമയിലെ മാന്ത്രികൻ മന്ത്രജാലക്കാരനല്ല, ഇന്ദ്രജാലക്കാരനല്ല, പക്ഷേ അയാളൊരു മാന്ത്രികനാണ്. ആ നാട്ടുംപുറത്ത് കട്ടപ്പാടം എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലൊരു മാന്ത്രികനാണ് നായകൻ. ഓക്കെ. എനിക്ക് സിനിമയിൽ പാട്ടുകൾക്കുള്ള ഒരു സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമേനെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ പാട്ടുകളാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് റീൽസൊക്കെ ഒരു പാട്ട് വരുന്നു, അതിൻ്റെ ഒരു 30 സെക്കൻഡ്സ് റീൽസ് പോയിട്ട് ആ പാട്ട് വെച്ചാണ് ആ സിനിമ പോലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സത്യം അല്ലേ? അപ്പോൾ ഈ സിനിമയിലെ പാട്ടുകളെ കുറിച്ച് എനിക്ക് ഒരു നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്നൊരു ആ ഒരു സ്റ്റൈലാണ് എനിക്ക് ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നത്. അപ്പം എന്നാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കൂടെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പല സ്റ്റൈലുകൾ നോക്കി ആപ്റ്റായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡും, എന്നാൽ അതിൽ മെലഡി വിടാൻ പാടില്ല. നമ്മൾ ഇങ്ങനത്തെ കുറേ ഇതുണ്ടല്ലോ, അതിൻ്റെ ഇൻസ്ട്രുമെൻ്റലാണെങ്കിൽ കുറച്ച് മോഡേൺ ആയിരിക്കണം, എന്നാൽ അതിൻ്റെ മെലഡി ഇച്ചിരി എല്ലാവർക്കും കേട്ടാൽ ഇഷ്ടപ്പെട്ട് ഒന്ന് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണം എന്നുള്ളൊരു സ്റ്റൈലിൽ ചെയ്തു. ആ സംഭവം ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു. അവിടെയാണല്ലോ നമുക്ക് പിന്നെ നമ്മളെപ്പോഴും കേൾക്കുന്നത്, നമ്മളൊരു പാട്ട് ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി ഒരാൾക്ക് വെറുതെ എറിഞ്ഞു കൊടുക്കല്ലേ ചെയ്യാം. നമുക്ക് അവർ കേട്ടാൽ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് അത് എത്തണം എന്നുള്ള ഡയറക്ടർക്കാണല്ലോ മനസ്സിലാവുന്നത്. അപ്പോൾ അവര് നമ്മൾ അതിങ്ങനെ ഒരു കോമൺ മാൻ തോട്ടിൽ ചെയ്ത് പരീക്ഷിച്ചു, വിജയിച്ചു. നല്ല പാട്ടാട്ടോ, നല്ല പാട്ടാണ്, നല്ല ഫീലുള്ള പാട്ടാണ്. ഇപ്പൊ ഒരു പാട്ട് പാടിയിരിക്കുന്ന രശ്മി പണിക്കർ എന്ന് പറഞ്ഞ സിംഗറായിരുന്നു. പിന്നെ ഞാനും പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ രണ്ട് ചേട്ടന്മാരുണ്ട് എനിക്ക്. അവരെ 2 മക്കള്, മൂത്ത ടൈറ്റിൽ സോങ് ഉണ്ട്. ആ ടൈറ്റിൽ സോങ് ഒരു പഴയ കാലം കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കുട്ടികളാണ് പാടുന്നത്. ചെന്താര, ആദിശ്രീ, 3 പേര്. 3-4 കൂടെ പാടി. അപ്പൊ ചേട്ടൻ കുടുംബസമേതം ഈ സിനിമയിലേക്ക് ഇറങ്ങിയേക്കുവാണ് അല്ലേ? ആദ്യത്തെ പടാത്. ഇതൊരു സ്പെഷ്യലാണ്. കൂട്ടുകാരൊക്കെ ഇട്ട് കൂട്ടി അവരെ സ്കൂള് എല്ലാവരും കൂടെ ഒന്നടങ്കം വരും എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ കുടുംബചിത്രമാണിത്, അങ്ങനെയും പറയാം. അല്ല, അവർക്ക് ഞാൻ സ്കോറൊക്കെ ചെയ്യുമ്പോൾ അവർ ഒന്നിങ്ങനെ ചില സമയത്തൊക്കെ എന്തെങ്കിലും സ്കോറിനൊക്കെ പല പടങ്ങളിലും ഞാൻ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിനൊക്കെ അവരെ വോയിസുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഒരു പാട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെയ്തു വന്നപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഇതൊരു കുട്ടികളുടെ പാട്ടാണ്, കുട്ടികളുടെ വിഷ്വലാണ് സ്റ്റാർട്ടിങ് വരുന്നത് എന്നൊക്കെ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സോങ് ഇത് പറഞ്ഞു. ഞാൻ സസ്പെൻസ് വിളിച്ചാലോ കേട്ടോ, മനസ്സിലായി. എന്നാലും കുട്ടികളുടെ കുറേ
ഇത്. അപ്പോൾ വരുന്നുണ്ട്. കുട്ടികൾ പാടുന്നുണ്ടെങ്കിൽ എന്തായാലും കുട്ടികളെ വിഷയം ഉണ്ടാവുമല്ലോ. അതും പിന്നെ നല്ലൊരു പ്രണയഗാനമുണ്ട്. വിനോദേട്ടാ, ഇതിൽ എങ്ങനെയാ ക്യാരക്ടർ വരുന്നത്? അപ്പൊ മാന്ത്രികനാണോ ഈ സിനിമയിലെ? മാന്ത്രികനാണോ എന്നുള്ളത് 30-ാം തീയതി അറിയുള്ളൂ, ആരാണ് മാന്ത്രികൻ എന്നുള്ളത്. എൻ്റെ ക്യാരക്ടർ കുഞ്ഞിരാമൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഞാൻ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഈ പിന്നെ സിനിമയിലെ നായകൻ നമ്മുടെ സുമിത്താണ്. സുമിത്തിൻ്റെ അച്ഛനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൻപുറത്തെ കൂലിപ്പണിക്കാരനായുള്ളൊരു വ്യക്തിയാണ്. ഒരു ചെറിയ വീട്ടിൽ ഞാനും ഭാര്യയും സുമിത്തും താമസിക്കുന്നു. ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് പ്രിയയാണ്. പ്രിയ ഒരുപാട് സിനിമകളിലും നാടകങ്ങളിലൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കഥയാണ് ഈ കഥ. പക്ഷേ ഈ കഥ പിന്നെ സുമിത്തിനൊരു കാമുകിയുണ്ട്. അപ്പോൾ ആ കാമുകിയുടെ വീട്ടുകാരും ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നു. പിന്നെ സുമിത്തിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കും ഒരുപാട് എൻ്റെ കൂടെ ജോലിക്ക് പോകുന്ന ആളുകൾ, അവരൊക്കെ ഈ സിനിമയുടെ ഭാഗമാണ്. അപ്പം എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എനിക്ക് സാധിക്കാതെ പോയൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഞാൻ എൻ്റെ മകനിലൂടെ യാഥാർത്ഥ്യമാക്കണം എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ട് നടക്കുന്നത് എല്ലാ അച്ഛന്മാരുടെയും ആഗ്രഹമാണ്. അതുപോലെ അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്ന സാഹസമാണ്. ആ സാഹസത്തിൽ ദൈവം പല പരീക്ഷണങ്ങളും തരുന്നതാണ്. ആ പരീക്ഷണങ്ങളൊക്കെ നേരിടുമ്പം ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, ഒന്നാമത് സാമ്പത്തികമില്ല, ഒന്ന്. രണ്ടാമത് എൻ്റെ ഈ ക്യാരക്ടറിന് വിക്കുണ്ട്. വിക്കുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് കൂടുതൽ കാരണം ഈ ഒരുപാട് സങ്കടം വരുമ്പം പ്രയാസം വരുമ്പോൾ വിക്ക് കൂടും. അപ്പോൾ ഇയാൾക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ഡോക്ടറുടെ അടുത്തും കൂട്ടുകാരുടെ അടുത്തും മകൻ്റെ അടുത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ പറയാനുള്ള പ്രയാസം അത് ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ. ഞാൻ ഇപ്പോൾ ഈ സിനിമയിൽ ഞാനും സുമിത്തും തമ്മിലുള്ള വൈകാരികമായ 2-3 രംഗങ്ങളുണ്ട്. ആ രംഗങ്ങൾ ഞങ്ങൾ ഗ്ലിസറിൻ പോലും ഇടാതെ ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു പോയ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഡയറക്ടർ വന്ന് ഞങ്ങൾ രണ്ടുപേരെയും അപ്രിഷ്യേറ്റ് ചെയ്തൊരു നിമിഷമൊക്കെ ഉണ്ട്. ഇനി അത് ഇതാ ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് തട്ടിയായിരുന്നു. ഇല്ല, ഞാൻ 1-2 പ്രാവശ്യം ഇതായിട്ട് പോയുള്ളൂ. അല്ലാതെ നമുക്ക് ടേബിളിൽ ഇതിൽ വന്നപ്പോഴേ നമ്മളെ മുന്നിൽ പടായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെ നമ്മൾക്ക് എത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, അതായത് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതായിരുന്നു. പക്ഷെ നമുക്ക് അതുപോലെ പുള്ളിയുടെ ഇമോഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്ത് കൊടുത്താലും അങ്ങ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. ചില സമയത്ത് അതായത് ഇത് പോരാ, അതായത് സംഭവം ഒക്കെ ആവും, പക്ഷെ നമുക്ക് ഇത് പോരാ, ഒന്നും കൂടെ നന്നായി ചെയ്താൽ അതിന് ഒരു വേറെ തലത്തിലേക്ക്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തപ്പോ അയ്യോ, പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഞാൻ സ്കോർ ചെയ്തിട്ടില്ലെങ്കിലും അതില് വേറെ ഇമോഷൻ അല്ലല്ല, സ്കോർ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കത് ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആവുമല്ലോ, കൂടുതൽ നന്നാക്കണം എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ നമ്മൾ ചെയ്ത് മറ്റേ സലികുമാർ അറിയില്ലേ, എനിക്കെല്ലാം കണ്ടിട്ട് കരച്ചിലൊന്നും അറിയില്ലേ, ആ അവസ്ഥ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഉള്ള കാര്യമായിരുന്നു ഭയങ്കരമായിട്ട്. ഞാൻ ഈ സിനിമയുടെ ഇത് കണ്ടപ്പോഴത്തേക്കും ഒരു കോമഡി ഒക്കെ ആയിട്ടായിരിക്കും പോയപ്പോ, ഇതിപ്പോ ഒരു സങ്കടവും എല്ലാം മിക്സിംഗ് ആണോ? ഇമോഷൻ ഉണ്ട്. ഇമോഷൻ ഇല്ലാതെ ലൈഫ് എന്ന് പറയുന്നത് അതിൽ ഇമോഷൻ വേണം. കുറച്ച് ഇമോഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ രസമുള്ളത്, കുറച്ച് ഇമോഷൻ ഉണ്ടെങ്കിൽ അത് ശരിക്കും വിനോദേട്ട ഉള്ളിൽ തട്ടി. അത് എനിക്ക് തോന്നുന്നു നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഇരുത്തി പറയല്ല. എനിക്ക് ഭയങ്കര ഞാനൊരു 10-55ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോഴും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ വർഷത്തിൽ മമ്മൂക്കയുടെ കൂടെ ചെയ്തൊരു ക്യാരക്ടറുണ്ട്. അതിനുശേഷം എനിക്ക് കിട്ടുന്ന ഒരു അഭിനയ സാധ്യതയുള്ളൊരു കഥാപാത്രമാണ് ഈ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഞാൻ എൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി പ്രേക്ഷകർ തീരുമാനം. അതെ, എനിക്ക് തോന്നുന്നു ചേട്ടൻ മിനി സ്ക്രീനിൽ താരമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും പറഞ്ഞു 55 സിനിമ ചെയ്തിട്ടുണ്ട് ചേട്ടൻ പറയുമ്പോഴാണ് ഞാനും ഇത്രയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു തോട്ട് വരുന്നത്. അപ്പം ഇത്രയും സിനിമകൾ ചെയ്തിട്ടും ഇപ്പോഴും മിനി സ്ക്രീനിലെ ആണ് ആളുകൾ ഓർത്തിരിക്കുന്നത്. അത് മിനി സ്ക്രീനിൽ ഞാൻ ചെയ്ത 2 പ്രോഗ്രാമും എവർലാസ്റ്റിംഗ് ആണ്. അതാണ് MIT മ്യൂസിയം ആയാലും മറിമായി ആയാലും. MIT മ്യൂസിയം നിന്നിട്ട് 8 വർഷമായി. ഇന്നും ആളുകൾ MIT മ്യൂസിയെ കുറിച്ച് സംസാരിച്ചു. മറിമായം 14 വർഷമായിട്ട് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവനുള്ള മലയാളികൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത് ആ 2 പ്രോഗ്രാമിലൂടെയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സിനിമ കിട്ടുന്നു. സിനിമയാണ് നമ്മുടെ സ്വപ്നം. അപ്പോൾ ഇപ്പം മറിമായത്തിലൊക്കെ ഞാൻ 750ഓളം കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു. അത്രയും എന്താ പറയുക, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അഭിനയത്തിൽ. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് ഒരു വേഷം തന്നു കഴിഞ്ഞാൽ ആ വേഷം അനായാസമായി ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം അത്രയും ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ മറിമായ എന്ന് പറയുന്നത്. അത്രയും നമുക്ക് അവിടുന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു
ഏത് ക്യാരക്ടർ കിട്ടിയാലും അത് പെട്ടെന്ന് പോയിട്ട് ആവാഹിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. അല്ല ആക്ച്വലി ഇത് ഇങ്ങനെ ഇതൊരു ലോക്ക് പോലെയാണ്, അതായത് ഇങ്ങനെ ആളുകൾ തിരിച്ചറിഞ്ഞു രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് സിനിമയിലേക്ക് എത്താനുള്ളൊരു ഇല്ല, അതൊന്നും ഉണ്ടായില്ല. പിന്നെ വിളിക്കുമ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ, അല്ലാതെ പ്രശ്നങ്ങളൊന്നും. വെൽക്കം ടു നാകൃതി എത്നിക് സ്റ്റോർ. ഈ ഓണാഘോഷത്തിന് ഞങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. നാകൃതിയുടെ ട്രഡീഷണൽ കളക്ഷനോടൊപ്പം ഓണം കളറാക്കാം. ഈ ഓണം പൊന്നോണമാക്കാൻ അപ്പൊ എങ്ങനെ ഷോപ്പിംഗ് തുടങ്ങല്ലേ? ഓൺലൈൻ ഷോപ്പിംഗിനായി ഞങ്ങളുടെ താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക. Let's celebrate this Onam with Nakriti. Nakriti Ethnic Store near Bus Stand, ചേലക്കര. തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ബോട്ട്, വാട്ടർ റോളർ, ബൗൺസിംഗ് ബോൾ, ബങ്കി ജംപ്, സ്വിമ്മിംഗ് പൂൾ എന്നിങ്ങനെ നിരവധി എന്റർടൈൻമെന്റ് പാർക്കുമായി തിരുവല്ലാമലയിലെ ആനമല ഹോം സ്റ്റേ ഏവരെയും വരവേൽക്കുന്നു. കൂടാതെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനവും നൽകുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. ഫോൺ 8069247571. പൊന്നോണം കളറാക്കണ്ടേ? പോക്കറ്റ് കാലിയാകാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം? എങ്കിൽ ചേലക്കരയിലെ നിറം ഫാബിലേക്ക് സ്വാഗതം. കോട്ടൺ സാരികൾ മുതൽ കാഞ്ചീപുരം വരെ. ഓണത്തിന് മലയാളി മംഗമാരായി അണിഞ്ഞൊരുങ്ങാൻ ട്രഡീഷണൽ കളക്ഷൻസ്, റെഡിമെയ്ഡ് ടോപ്പുകളുടെയും ചുരിദാർ സെറ്റുകളുടെയും വിപുലമായ ശേഖരം, കൂടാതെ ചുരിദാർ മെറ്റീരിയലുകളുടെയും വർണ്ണവിസ്മയ ലോകം, വെറൈറ്റി കളക്ഷനുകളുമായി കിഡ്സ് സെക്ഷൻ, കൂടാതെ ജെൻസിന് ആവശ്യമായ നിരവധി കളക്ഷൻസ്. പൊന്നോണം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ നിറം ഫാബിനോടൊപ്പം. ഏവർക്കും നിറം ഫാബിന്റെ ഓണാശംസകൾ. കേരളത്തിലെ വലിയ ടർഫുകളിലൊന്നായ പാമ്പാടി സ്പോർട്സ് അരീന തൃശൂർ ജില്ലയിലെ തിരുവില്ലാമല പാമ്പാടിയിൽ ആരംഭിച്ചിരിക്കുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ് ടർഫുകൾക്ക് പുറമെ ഇൻഡോർ ബാഡ്മിന്റൺ, ക്രിക്കറ്റ് നെറ്റ്സ്, സ്നൂക്കർ ബോർഡ്, എയർ ഹോക്കി, ടേബിൾ ടെന്നീസ്, ട്രംപോലിൻസ് തുടങ്ങി എല്ലാ ഗെയിംസും ആധുനിക സൗകര്യങ്ങളോടുകൂടി മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫ്രീ ജോഗിങ്ങിനായി ഒരു വാക്കിംഗ് ട്രാക്കും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മാരേജ്, ഗെറ്റ് ടുഗദർ തുടങ്ങിയ അവസരങ്ങൾക്കായി ഇൻഡോർ ഔട്ട്ഡോർ സ്പേസും പ്രൊവൈഡ് ചെയ്യുന്നു. ലേഡീസിനും ജെന്റ്സിനുമുള്ള ജിമ്മും കഫേയും ഉടൻ ആരംഭിക്കുന്നു. പാമ്പാടി സ്പോർട്സ് അരീന, തിരുവില്ലാമല, പാമ്പാടി. ഫോർ ബുക്കിംഗ് കോൾ നൗ. ഓണം വരാൻ പോവാണ്. ഓണം വരട്ടെ. കുറച്ച് വരണം. എല്ലാ വർഷവും വരുമല്ലോ. എല്ലാ വർഷവും വരാം. ഈ വർഷം നമുക്ക് ഓണം നമ്മൾ ആഘോഷിക്കുന്നില്ല, വയനാട് എന്നാലും നമുക്ക് ചില്ലറ ഓണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, ഓണവിശേഷങ്ങൾ ഉണ്ടാവും. ഇത്തവണത്തെ ഓണം എങ്ങനെയായിരിക്കും? ഇത്തവണത്തെ ഓണം ഈ പറഞ്ഞ പോലെ ശരിക്കും നമുക്ക് ആഘോഷങ്ങളൊന്നും ഇല്ലാത്തൊരു ഓണമാണ്. പ്രോഗ്രാമും ഇല്ല. അപ്പം ഞാനൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇത്തവണ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ കലാകാരന്മാരും എവിടെയും പ്രോഗ്രാം ഒന്നും പാടില്ല, സന്തോഷിക്കാൻ പാടില്ല. പുറത്ത് അപ്പോൾ എനിക്ക് ബാംഗ്ലൂരൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതന്നെ ഉള്ളൂ. അല്ലാതെ നാട്ടിൽ ഒന്നുമില്ല. ഓണം വരുമ്പോൾ ശരിക്കും എല്ലാം കൊണ്ടും സന്തോഷമാണ്. അത് കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ്. കാരണം ഒരു 10 ദിവസത്തെ ലീവ് കിട്ടുന്നത്, പൂ പറിക്കാൻ പോകുന്നത്, പൂക്കളം ഒരുക്കുന്നത്, ഓണത്തിന് കോടിയിടുന്നത്, പായസം കുടിക്കുന്നത്, ഇതെല്ലാം ഒരു നൊസ്റ്റാൾജിക്കാണ്. പക്ഷെ ഇന്നിപ്പോൾ അതൊക്കെ പോയി, എല്ലാം റെഡിമെയ്ഡായി മാറി. പണ്ടൊക്കെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് പൂ മോഷ്ടിക്കുകയാണ് ചെയ്യുക. രാവിലെ 4 മണിക്ക് ഞാനും ചേട്ടന്മാരും കൂടെ പോവുകയാണ്
കൂട്ടുകാരെയും കൂട്ടിയിട്ട് പല വീടുകളിലും പോയിട്ട് കൊക്ക ഇട്ടിട്ട് പൂവൊക്കെ മോഷ്ടിച്ച് അത് വലിയൊരു കവറിലാക്കി കൊണ്ടുവന്ന് അത് വീട്ടിലിട്ട് അത് ഡിവൈഡ് ചെയ്യും. 5 പേരാണ്, 5 പേർക്കും കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ പൂക്കളാണ് പൂക്കളത്തിന് ഒരുക്കണത്. അതൊരു രസമായിരുന്നു. ആ പൂ പറിക്കാൻ പോണത് തുമ്പപ്പൂവ്. തുമ്പപ്പൂവിന്റെ ഒരു കാണാനുണ്ടോ? ഇല്ല, തുമ്പപ്പൂ തുമ്പപ്പൂവൊക്കെ വട്ടി കൂടുതൽ നിറയ്ക്കുന്ന അയാൾക്ക് സമ്മാനം ഉണ്ടായിരുന്നു. മത്സരം. അതാ തുമ്പ. എൻ്റെ അമ്മമ്മയുണ്ട്. അമ്മമ്മയാണ് ഈ തുമ്പപ്പൂ പറിക്കാനുള്ള വട്ടി കെട്ടിത്തരാം. അതിനൊരു കഴുത്തിലൊരു ഇതുണ്ടാവും. എന്നിട്ട് അതിങ്ങനെ കഴുത്തിൽ തൂക്കിയിട്ടാണ് നമ്മൾ തുമ്പപ്പൂ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പറിച്ചിട്ടുണ്ട്. ഇത് നിറയണം. പോയി. അതെ, ഇപ്പൊ നമ്മൾ പോകുന്നു, മാർക്കറ്റിൽ പോയി ഒരു കവർ പൂ മേടിക്കുന്നു, കുറച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നു, പോയിട്ട്. പിന്നെ ഇപ്പൊ പൂക്കൾ ഇടുന്നതും ടൈൽസിലാണല്ലോ. വീട്ടില് ചാണകം മെഴുകിയിട്ടുള്ള പൂക്കളൊന്നും ആരും ഇടുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, മിസ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ പഴയ പാട്ടുകളിലും സിനിമകളിലൊക്കെ ഉണ്ട് ഓണം. കുട്ടികൾക്ക് ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ പഴയ കാലത്ത് ഓണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു ഓണപ്പാട്ട് പാടുമോ? ഒരു ഓണപ്പാട്ട് പാടാം. അത്തം 10 കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൊന്നോണം, തേനും പാലും ചോറും പഴവും തന്നിടാം, ഓണപ്പാട്ടിൻ കുളിരും തന്നിടാം, കുമ്മിയടിയും വജ്ജിപ്പാട്ടും കണ്ടുമടങ്ങിയിടാം, കണ്ടുമയങ്ങിടാം, വെള്ളിലക്കാട്ടിൽ ചൂളമടിക്കും കുയിലേ, വെള്ളരങ്കാട്ടിൽ തുള്ളിക്കളിക്കും മാനേ, ഞങ്ങളുടെ ഗാനം കേൾക്കാൻ ഞങ്ങളോടൊപ്പം പാടാൻ ഓമനത്താമരത്തെന്നലിലേറി നിങ്ങളും പോരാമോ. എനിക്കങ്ങനെ സാധാരണ പാടാൻ പറഞ്ഞ ഈ പാട്ടുകളൊന്നും ആരും പാടാറില്ലല്ലോ. നമുക്ക് അറിയാവുന്ന കുറച്ച് പാട്ടുകളുണ്ട്. ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഇത് പഴയ കാലത്തൊക്കെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞാനൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം, അന്നൊക്കെ ഈ ഓണം വരുമ്പോൾ ഓണത്തിൻ്റെ കൂടെ ഒരു കാസറ്റ് ഇറങ്ങും ഓണപ്പാട്ടുകളുടെ. അത് തരങ്കിണിയാണ്. യേശുദാസ് പാടിയ യേശുദാസും ചിത്രയും പാടിയ പാട്ടുകളാണ്. അത് അധികവും രവീന്ദ്ര മാഷ്ട ഈണമായിരിക്കും. ഈ കാസറ്റിന് വേണ്ടി നമ്മളവിടെ കാത്തിരിക്കും. എന്നിട്ട് ഈ കാസറ്റാണ് വീട്ടിലെ ടാപ്പ് റെക്കോർഡിൽ ഇടുക. അപ്പോൾ രാവിലെ പൂക്കൾ ഒരുക്കുമ്പോഴും ഓണനാൾ മുഴുവൻ, പിന്നെ ഓണം കഴിഞ്ഞാലും ഈ കാസറ്റ്, അപ്പോൾ ആ കാസറ്റിലെ പാട്ടുകൾ മുഴുവൻ നമ്മളതിൻ്റെ ബൈഹാർട്ടാക്കും. അങ്ങനെയുള്ളൊരു പാട്ടായത് ആ കാലത്തുള്ള. എനിക്ക് വളരെ കുറച്ച് ആളുകൾക്ക്. ചേട്ടൻ അറിയോ ഈ പാട്ട്? ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. കേൾക്കാത്ത പാട്ടുകൾ കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയ പാട്ടാണ്. ഞാൻ ഒരു 5 to 10 കൊല്ലം കൂടെ വൈകുന്നു തോന്നുന്നല്ലേ. അതുകൊണ്ട് കേട്ടില്ല. നല്ല ഓർമ്മകള്. അല്ല, ഇതൊക്കെ എന്ത് മനോഹരമായ വരികളാണ്. ഇങ്ങനത്തെ വരികളൊക്കെ പിന്നീട് വന്നിട്ടുണ്ടോ? ഇപ്പം ഞാൻ പാടിയത് ഞങ്ങളുടെ വീട്ടിൽ അത്തം 10 കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൊന്നോണം, മേലെ 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 പൂമാനം, താഴെ 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 തേൻഗാനം. ഇതൊരു മനോഹരമാണ് ആ വരികളൊക്കെ. ഈണവും താഴെ 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 താഴോട്ട് ഇങ്ങനെ വരികയാണ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടേ. ഓണം നമ്മുടെ അടുത്തേക്ക് എത്താണ് അല്ലേ. സിനിമ ഇറങ്ങുന്നത് ഓണം അടുപ്പിച്ചാണ് അല്ലേ. ഒക്ടോബർ 30-ന് ഞങ്ങളുടെ സിനിമ ഇറങ്ങും. സിനിമ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഓണം വരും. അപ്പോൾ ഓണം റിലീസുകളുടെ കൂടെ ആയിരിക്കും ഇത് വരുന്നത്. ഓണം റിലീസിന്റെ കൂടെ അല്ല, കാരണം അത്ര വമ്പൻ സിനിമകൾ മമ്മൂട്ടി മോഹൻലാൽ ഒന്നും സിനിമയിൽ ഇല്ലല്ലോ. സുമിത്തൊക്കെയല്ലേ ഉള്ളൂ. ഓണത്തിന് മുമ്പേ ഞങ്ങൾക്ക് കളിച്ചങ്ങോട്ട് പോകണം. അത്രേ ഉള്ളൂ. പ്രേക്ഷകരെ അങ്ങ് സ്വീകരിച്ചാൽ നന്നായിട്ടുണ്ട്. അല്ല, ഞങ്ങള് ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഇതിലൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തെന്ന നിലയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഫൈസൽ എന്ന ഡയറക്ടറും സാറ്റിസ്ഫൈഡ് ആണ്. ഇദ്ദേഹമാണ് അതിൻ്റെ ആത്മാവ്. സംഗീതം ചെയ്തതും ഒരു സിനിമയ്ക്ക് ജീവൻ കൊടുക്കുന്നത് അതിന്റെ പശ്ചാത്തല സംഗീതമാണ്. അതൊരിക്കലും ഒരു സോങ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോട് ഒരു പാട്ട് പാടിയിരിക്കുന്ന പ്രിയ ടീച്ചർ അല്ലേ. ആ ടീച്ചർ അറിയോ? അഞ്ജന ടീച്ചർ. ആ ടീച്ചർ പണ്ട് സ്കൂളിൽ ഒരു കുട്ടി ബെഞ്ചിൽ മുട്ടി പാട്ട് പാടി. ആ കുട്ടി ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ആ കുട്ടിയെ വൈറലാക്കിയ ടീച്ചറാണ് ഇതിനകത്ത് പാട്ട് പാടിയിട്ടുള്ളത്. അങ്ങനെ അത്ഭുതം കൂടി. അത് മിഥിലേഷ് ചെയ്തൊരു സോങ് ഉണ്ട്. നല്ല സോങ്ങാണ്, നല്ലൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ചേട്ടാ, ഈ സിനിമയിൽ ഇപ്പൊ ഇത്രയും പാട്ടുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതിലത്തെ 2 പേരെയും കൂടെ നമുക്ക് റെഡിമെയ്ഡാണ്. ആത്മാവല്ലേ. മണിമുകിലെ കാർമുകിലെ നീഹാരം ചൂടുകയോ, പല നാളായി പതിവായി എന്നിൽ തഞ്ചണതാരിവളോ, നീ എൻ വിരിമാറിൽ ചായും നിഴലാണ്, ചായും നെഞ്ചാകെ ഉന്മാദം, കാണാ നദിയോരം
മായാമിഴിയോരം ചൊല്ലും സ്വകാര്യം ഇനി നീ എൻ സ്വന്തമായിടണം മിന്നണതല്ലേ നീ ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള സോങ്സ് ആണ് കൂടുതലും വന്നേക്കുന്നത്. ഭയങ്കര ഫീൽ ഉണ്ട് പടം. എനിക്ക് വരികൾ ഇടയ്ക്ക് തെറ്റിപ്പോള ഒരു കൂട്ടത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, കുഴപ്പമില്ല. ഷൂട്ടൊക്കെ എവിടെയാണ്? ഷൂട്ട് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്. ഓക്കെ, ആ കേരളത്തിൽ തന്നെയായിരുന്നു കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? ഒക്കെ ഗ്രാമാന്തരീക്ഷം, തനി കുഗ്രാമങ്ങളാണ്. തനിമ, അതേ തനിമ തന്നെ എനിക്ക് വരികളിൽ ഇപ്പൊ നെവിൽ ജോർജ് എന്ന് പറഞ്ഞ പുതിയ ലിറിക്സ് റൈറ്റർ എഴുതിയത്. പുള്ളി ഭയങ്കര, നമ്മൾ ട്യൂൺ കൊടുക്കുന്ന എന്താണ് മീറ്റർ നോക്കിയിട്ട് കറക്റ്റ് മീറ്ററിങ്ങിനുള്ള സാധനങ്ങളെ തരുന്നത്. നല്ല, അതും എനിക്ക് അത്ഭുതപ്പെട്ടതെന്ന് വെച്ചാൽ പുള്ളി തന്നതെല്ലാം ഈ ഒരു നമ്മുടെ ഈ ടൈറ്റിൽ ഉതകുന്ന ഈ ഒരു നാട്ടുമ്പുറത്ത് നന്മകൾ ഉള്ള ഒരു സംഭവങ്ങളെല്ലാം തന്ന്. നാട്ടുമ്പുറത്തിന്റെ നന്മ, നിഷ്കളങ്കത, ലാളിത്യം, ഇതാണ് സിനിമയുടെ ഹൈലൈറ്റ്. പിന്നെ നാച്ചുറൽ കോമഡി എല്ലാം നല്ല, എല്ലാ കോമഡിയൊക്കെ. ഞാൻ കോമഡിക്കാരനാണെങ്കിൽ ഞാൻ സിനിമയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള വേഷം ചെയ്യണത്. സുമിത്തും സുമിത്തിന്റെ കൂട്ടുകാരും ചേർന്നാണ് കോമഡികളൊക്കെ ഉണ്ടാക്കുന്നത്. സുമിത്ത് എന്ന് പറയുന്നത് എനിക്ക് പണ്ടത്തെ ദിലീപേട്ടനൊക്കെ ചെയ്തിരുന്ന ഒരു സ്റ്റൈല് പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആളുടെ സുമിത്തിന്റെ ഒരു സ്റ്റൈൽ തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു മാനേഴ്സ് ആണ്. അപ്പോൾ ഈ ചില ചമ്മലുകളും ഇതൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര നാച്ചുറലാണ്. നമുക്കത് എന്നെ കൊണ്ടൊന്നും കഴിയില്ല അങ്ങനെ ഒരു സംഭവം. നാച്ചുറൽ അവന്റെ കൂട്ടുകാരും തമ്മിലുള്ള കുറെ നല്ല സീക്വൻസ് ഉണ്ട്, അതിലൊക്കെ കുറെ നല്ല കോമഡിയാണ് ചെയ്ത് ഫലിപ്പിച്ച് ആളുകൾക്ക് അത് വർക്ക് കൂട്ടുകാര്, അമ്മ ഒക്കെ ഉള്ള അമ്മയിട്ടൊക്കെ ഉള്ള ഒരു കോമഡി ഒക്കെ ഉണ്ട്. നല്ല രസമാണ് നമ്മളത് കാണുമ്പോൾ. ഒരു പണ്ട് ഇന്നസെന്റ് സാറൊക്കെ അഭിനയിക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, ചില ചമ്മലുകളും അതൊക്കെ നാച്ചുറൽ ആയിട്ട്, അത് പടം കണ്ടാൽ നിങ്ങൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിന് 30-ാം തീയതി വരെ കാത്തിരിക്കണം. ഓക്കെ, വിനോദേട്ടാ, ഇപ്പൊ ഇതിനകത്ത് ഇതിലെ ക്യാരക്ടറിന് വിക്ക് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന് ഏതെങ്കിലും റെഫറൻസ് എടുത്തായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ റെഫറൻസ് ഒരുപാടുണ്ട്? കാരണം ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഒബ്സർവേഷൻ നന്നായിട്ടുണ്ട്. എനിക്ക് ഞാൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അറിവിൽ തന്നെ എനിക്കറിയാവുന്ന ഒരു 4-5 പേരുണ്ട് വിക്കുള്ള ആളുകൾ. ഇതിനു മുമ്പ് ഞാൻ സത്യനന്ദിക്കാട്ട് സാറിൻ്റെ പടത്തിൽ ഞാൻ വിക്കനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പുതിയ തീരങ്ങളിൽ. അപ്പോൾ അതിലൊരു ലിമിറ്റഡ് വിക്കാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി ഭീകര വിക്കാണ്. അപ്പോൾ ഇതിന് ഞാനൊരാളെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങിയത്. ഡബ് ചെയ്യുമ്പോഴാണ് ഞാൻ ഡബ് ചെയ്തിട്ട് രാവിലെ 7:30 മണിക്ക് ഇരുന്നിട്ട് വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്ക് ക്ഷീണിക്കും ഞാൻ. കാരണം ഇതിങ്ങനെ നമ്മളിങ്ങനെ വിൽക്കുന്ന സമയത്ത് നമ്മുടെ നാവ് മാത്രമല്ല, നമ്മുടെ ചങ്കും മനസ്സും ഒക്കെ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഞാനത് പറഞ്ഞപ്പോൾ നിനക്ക് പറയാറില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അത്രയും പറയും. അപ്പോഴാണ് അപ്പുറത്തിരിക്കുന്ന ടെക്നീഷ്യൻ പറയാം, വിനോട്ടാ ആ ചോദിക്കാന്ന് മുമ്പ് ഒരു വിക്കും കൂടി ഉണ്ട്, കുടിക്കോ? വിക്കിന് വരെ എണ്ണ ഉണ്ട്. ആ വിക്കിൽ സാധനത്തില് കിച്ചു എന്നാണ് ഇവന്റെ പേര്, സുമിത്തിന്റെ പേര്. ആ കിച്ചു എന്ന് ഞാൻ വിഷമത്തോടെ വിളിക്കുമ്പം ഞാൻ കിച്ചോ അങ്ങനെ വരുള്ളൂ കിച്ചു. അതുവരെ അവൻ കാത്തിരിക്കും, അവനറിയാം അച്ഛൻ്റെ പേരാ വിളിക്കണമെന്ന്. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആള് കാത്തിരിക്കും. അങ്ങനത്തെ കുറെ. അപ്പൊ ഡബ് ചെയ്യാൻ ശരിക്കും 6 ദിവസം എടുത്തു ഞാൻ. അഭിനയിക്കുന്നതിനേക്കാളും ഭയങ്കര പാടായിരുന്നു. കാരണം ഞാൻ തന്നെയാണ് പൈസയിലെടുത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം അതിനൊക്കെ നമ്മൾ ചില റിസ്ക് എടുക്കണം, എന്നാലല്ലേ എന്തെങ്കിലും പുതുമ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളുടെ സ്വന്തം ശബ്ദത്തിൽ ആ ക്യാരക്ടറിനെ കാണുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫീല് വരുള്ളൂ അല്ലേ? ശരിക്കും ഈ എൻ്റെ ക്യാരക്ടറിനോട് ഒരു ഇൻറ്റിമസി തോന്നും ആളുകൾക്ക് അല്ലേ? അല്ലെങ്കിലേ കഷ്ടപ്പാടുള്ള ഒരു പിതാവാണ്. അതിന് പുറമെ ഇയാൾക്ക് വിക്കും കൂടി എന്ന് പറയുമ്പം ദൈവം അയാളോട് വല്ലാത്തൊരു ചെയ്തായിപ്പ്. അത് അതിൻ്റെ ഒരു ഫീൽ ഉണ്ട്. ഇമോഷണൽ ഡ്രാമ അല്ല, ആൾക്കാരെ ഇമോഷൻ കൊണ്ട് കയ്യിലെടുക്കാനുള്ള ശ്രമമാണ്. അതെ, എനിക്ക് തോന്നുന്നു ആളുകള് ഇപ്പൊ ഈ തിയേറ്ററിൽ ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഈ സിനിമ OTT-ൽ വരുമല്ലോ, അപ്പോൾ നമ്മൾ ഇത് എന്തുകൊണ്ട് ഇത് തിയേറ്ററിൽ വിജയിച്ചില്ല എന്ന് വിചാരിക്കാറുണ്ട്. ഒരുപാട് സിനിമകളുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മോഹൻലാലോ മമ്മൂട്ടിയോ ഇല്ലല്ലോ അങ്ങനെയൊക്കെ. അതെ അതെ, അല്ല ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ, നല്ല കഥാതന്തുവെന്ന് കണ്ട് ആളുകൾ കയറും. അതെ, അങ്ങനെ ഞങ്ങളുടെ സിനിമയ്ക്കും പ്രേക്ഷകർ കയറും എന്നുള്ള പ്രതീക്ഷയുണ്ട്.
ഓണം വന്നെത്തി, ഓഫറും വന്നെത്തി. ഈ ഓണത്തെ വരവേൽക്കാൻ പുതുപുത്തൻ വസ്ത്രങ്ങളുമായി ഷിഹാസ് കളക്ഷൻസ്. മറ്റെങ്ങും നൽകാനാവാത്ത വിലക്കുറവിൽ നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഓണം ഷിഹാസ് കളക്ഷനോടൊപ്പം ആഘോഷിക്കൂ. ഷിഹാസ് കളക്ഷൻസ്, ചേലക്കര. ഫോൺ 8086766923. വേദമിത്ര വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്. ശുദ്ധമായ വെജിറ്റേറിയൻ സംസ്കാരം ചേലക്കരയ്ക്ക് സമ്മാനിച്ച ഞങ്ങളെ നെഞ്ചിലേറ്റിയ ഏവർക്കും നന്ദി. സൌത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾ, രുചിയൂറും സ്നാക്കുകൾ, ജ്യൂസ്, ഷേക്ക്, ഐസ്ക്രീം മുതലായവ ലഭിക്കുന്ന ചേലക്കരയിലെ ഫാമിലി ഫ്രണ്ട്ലി റെസ്റ്റോറന്റ്. കാർ പാർക്കിംഗ് സൌകര്യവും ഹോം ഡെലിവറി സൌകര്യവുമുണ്ട്. സദ്യകൾ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു. ഫോൺ 9562491703, 9747798649. ക്രിസ്റ്റൽ ദി റിയൽ മെൻ ഷോപ്പ്, ചേലക്കര. സ്റ്റൈലിഷ് വസ്ത്രങ്ങളുടെ വിസ്മയമൊരുക്കി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ക്രിസ്റ്റൽ ദി റിയൽ മെൻ ഷോപ്പ് ഓണാഘോഷത്തിന് ട്രെൻഡി ഫാഷൻ കളക്ഷൻസുമായി നിങ്ങളോടൊപ്പം. ക്രിസ്റ്റൽ ദി റിയൽ മെൻ ഷോപ്പ്, A+ അക്കാദമിക്ക് സമീപം, ചേലക്കര. നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ചേലക്കരയുടെ സ്വന്തം ഏതനിൽ നിന്നും. ചേലക്കര എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സിൽ നിന്നും നിങ്ങളുടെ വീടിനും കെട്ടിടങ്ങൾക്കും ആവശ്യമായ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഐറ്റംസുകൾ ലഭ്യമാണ്. കൂടാതെ ഗ്ലാസ് പോളിഷ് വർക്ക്, ഗ്ലാസ് കളറിംഗ് വർക്ക് എന്നിവ ചെയ്തു നൽകുന്നു. മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഫോൺ 9745663572, 9846308646. ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ചേലക്കരയിൽ ആദ്യമായി ഇതാ ഒരു കംപ്ലീറ്റ് ബ്യൂട്ടി പാർലർ. നിങ്ങളുടെ സൗന്ദര്യ സ്വപ്നങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി മോസ്റ്റ് മോഡേൺ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റുമായി ചേലക്കരയുടെ മണ്ണിൽ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ. മോസ്റ്റ് മോഡേൺ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, എക്സ്ക്ലൂസീവ് പ്രീ ബ്രൈഡൽ ആൻഡ് ബ്രൈഡൽ പാക്കേജസ്, സ്പെഷ്യൽ ഹൈഡ്രാ ഫേഷ്യൽ, ബോഡി മസാജ്, ബോഡി സ്ക്രബിംഗ്, ബോഡി പോളിഷിംഗ്, വാക്സിംഗ്, മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ, മെഹന്തി തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ. ഒരു മേക്ക് ഓവർ ആഗ്രഹിക്കാത്തവരായ ആരുണ്ട്? ഇനി തൃശൂർ വരെ പോകേണ്ടതില്ല. നമ്മുടെ ചേലക്കരയിൽ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കൊപ്പം. ദി റോയൽ ബ്യൂട്ടി ലേഡീസ് ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, the complete beauty solution. Opposite Multi Stores near Alukas Ground, Chelakara. Phone 7907967510. ചേട്ടാ, ഇപ്പോൾ ഫുൾ റീമേക്കുകൾ അല്ലെങ്കിൽ റീ റിലീസുകളുടെ കാലമാണ്. ഇപ്പോൾ ദേവദൂതൻ ഇറങ്ങി, ഇപ്പോൾ ഇതേ അടുത്ത് വരാൻ പോകുന്നു. പിന്നെ ഇനി ഗോഡ് ഫാദർ ഒക്കെ അവർ പണിപ്പുരയിലാണെന്ന് കേൾക്കുന്നുണ്ട്. ഇങ്ങനത്തെ സിനിമകളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഒരു ഫീൽ എങ്ങനെ? കാണാൻ പോകാറൊക്കെ ഉണ്ട്? സമയം കിട്ടാറുണ്ട്? ഞാനിതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ റീമേക്ക് സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ മണിച്ചിത്രത്താഴൊക്കെ വരുമ്പോൾ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ചേട്ടനോ അതിൽ മ്യൂസിക്കുകളൊക്കെ ആയിരിക്കുമല്ലോ ചേട്ടൻ നോക്കുന്നത്? ഞാൻ പണ്ടേ അങ്ങനെ ഒരു എനിക്ക് ഭയങ്കര പ്രതീക്ഷകളുടെ ദേവദൂതൻ ഒക്കെ ആണെങ്കിലും നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതായത് പണ്ടത്തെ പ്രോസസ്സിങ് സംഭവം ഉണ്ടല്ലോ, പണ്ടത്തെ ഫിലിമിൻ്റെ ഇപ്പോൾ ക്യാമറ ടീമുകൾക്ക് അറിയില്ലാവും. പണ്ടത്തെ ഒരു ഫിലിമിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത് എത്ര വേണമെങ്കിലും നമുക്കത് റെസൊല്യൂഷൻ ഇതാക്കിയെടുക്കാം നമുക്ക്. അപ്പം അങ്ങനെയുള്ള അതിനെ നമ്മളിപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡിജിറ്റലൈസ് ചെയ്ത് കാണുമ്പോൾ പിന്നെ പണ്ടത്തെ ഞങ്ങളെ ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഈ ദേവദൂതനൊക്കെ. ഞാനൊക്കെ വിദ്യാസാഗർ സാറിന്റെ ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആക്കിയൊരു സാറാണ്. അറിയാതെ ആ പുള്ളിയുടെ ഏറ്റവും കൂടുതൽ ഞാൻ ഇതെന്ന് വെച്ചാല് വിദ്യാസാഗർ സാറാണെങ്കിലും ഇളയരാജ സാറാണെങ്കിലും ഇവരൊക്കെ പണ്ടത്തെ സിംഫണിയൊക്കെ ഉണ്ടല്ലോ, പണ്ട് നൊട്ടേഷനൊക്കെ എഴുതിയിട്ടുള്ള സിംഫണിയും കാര്യങ്ങളൊക്കെ, ആ സംഭവങ്ങളും ഇതൊക്കെ എനിക്ക് ദേവദൂതൻ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിലത്തെ സ്കോറുകളൊക്കെ ഭയങ്കര. അപ്പോൾ അന്ന് ഇങ്ങനെ പണ്ടൊക്കെ നമ്മൾ ഈ ഒരു ഇതൊക്കെ പഠിച്ചു വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആലോചിക്കും, ഇതെന്തുകൊണ്ട് അന്ന് ഇത് തിയേറ്ററിൽ അങ്ങനെ റെസ്പോൺസ് വന്നില്ല എന്നുള്ള സംഭവം. പിന്നെ അത് കാലം തെളിയിച്ചു, അതാണ് സംഭവം. അത് ഇപ്പോൾ നല്ല വിജയിച്ചു.
വീണ്ടും തിയേറ്ററിൽ ഓടാത്ത സിനിമ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ സിനിമയുടെ ഏറ്റവും വലിയൊരു. ഇപ്പം ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഓളവും തിരുവും എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ MTയുടെ കഥയായിരുന്നു. അതിപ്പോൾ പ്രിയദർശൻ സാറ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് റീമേക്ക് ചെയ്യണം മോഹൻലാൽ നായകനായിട്ട്. ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് മനോരഥങ്ങൾ എന്നാണ് MTയുടെ 9 സിനിമകൾ ഒരുമിച്ച് ഇറങ്ങിയത്. അപ്പോൾ നാളെ റിലീസാണ്, OTT റിലീസാണ്. അപ്പോൾ അത് വളരെ പ്രതീക്ഷയോടെ, കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ആ സിനിമ ചെയ്യുന്നത്. അന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, ഈ കാലഘട്ടത്തിലും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചെയ്തിട്ട്, പക്ഷേ പുതുമുഖ നടന്മാരാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരിക്കും അങ്ങനത്തെ സിനിമകളൊക്കെ വെറൈറ്റി ആയിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് ആണ് എന്താണെന്നുള്ളത്. പിന്നെ ഇനി സോഷ്യൽ മീഡിയയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ആണ് അല്ല, ഈ സോഷ്യൽ മീഡിയയുടെ 2 വശങ്ങളും അറിയാവുന്നതാണ്. അപ്പോൾ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് തോന്നുന്നു ചേട്ടൻ അങ്ങനെ ഒരുപാടൊന്നും വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഇല്ലായൊന്നുമില്ല, ഉണ്ട്. കൂടുതലും വരുത്താതിരിക്കാൻ ശ്രമിക്കും. ഞാനൊരു 4 കല്യാണം കഴിച്ചു, അത് മാത്രമേ ഞാൻ ചെയ്തൊരു തെറ്റുള്ളൂ. 4 അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് കേട്ടു. പക്ഷെ 4 തവണ ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യയാണ്. അവർക്ക് എന്ത് പ്രശ്നമാണ്? അതെ, ദേവുവിനെ തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ചില യൂട്യൂബ് ചാനലുകാർ വിനോദ് 4 കല്യാണം കഴിച്ചു, ആരെന്ന് പറയുന്നില്ല. തമ്പനയിൽ അങ്ങനെയാണ്. അപ്പൊ തമ്പനയിലെ താഴെ ഇവനൊക്കെ എന്തിന്റെ കേടാണ്, ഇവനൊക്കെ ഉണ്ടല്ലോ ചുട്ടടി കൊടുക്കണം, ഇവനൊന്നും കലാകാരനല്ല, ഇവനൊക്കെ കല്യാണം കഴിക്കാനായിട്ടുണ്ടായതാണ്, കല്യാണ വീരനാക്കി മാറ്റിയത്. കല്യാണ വീരൻ എന്ന് പറയുമ്പോൾ പണ്ട് ഞാനൊരു കോഴിക്കോട് ഒരു ഹോം സിനിമ ചെയ്തിരുന്നു. അത് സത്യം, അതിനകത്ത് ഞാൻ 4 പെണ്ണ് കിട്ടുന്നുണ്ട്. കല്യാണ വീരൻ തന്നെയാണ് ഞാൻ. യഥാർത്ഥ ജീവിതത്തില് ഞാൻ സത്യമായിട്ട് എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചു. അതിന്റെ പേരിൽ കുറെ, പക്ഷെ സോഷ്യൽ മീഡിയ ഇതിൽ കുറേ നിയന്ത്രണം വരേണ്ടതുണ്ട്. കാരണം ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ ചില ആളുകളിടുന്ന പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾ വരെ ഫേസ്ബുക്ക് നോക്കുന്നതാണ്. അത്ര മോശമായ രീതിയിലുള്ള സാധനങ്ങൾ വരെ ഫേസ്ബുക്കിലൊക്കെ പിടച്ചിടുന്നത്. പിന്നെ ഈ യൂട്യൂബിൽ വരുന്ന പല കാര്യങ്ങളും തമ്പനയിലാണ് പലരെയും പ്രശ്നമാക്കുന്നത്. എന്തെങ്കിലും സാധനം കിട്ടുമ്പോഴേക്ക് അതിനെ വലിയ രീതിയിൽ മോട്ടി ആളുകൾക്ക് ആ തമ്പനയിൽ കാണുമ്പോൾ ആളുകൾ ഇത് കയറി നോക്കണം എന്നുള്ള രീതിയിലാണ്. പണ്ടിപ്പോൾ ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചിരുന്നു, ഒരു കലാകാരൻ. ആ കൂട്ടുകാരൻ മരിച്ചപ്പോൾ ഞാൻ ആ കൂട്ടുകാരൻ്റെ ഒരു ഫോട്ടോ, എൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ, ഞാനും അവനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഒരു കലാകാരൻ കൂടി യാത്രയായതുകൊണ്ട് ഇത് വേറൊരു യൂട്യൂബർ എടുത്തിട്ട് ഞാനാണ് മരിച്ചതെന്നുള്ള രീതിയിൽ അയാൾ വേറൊരു കലാകാരനും കൂടെ ഇല്ലാതായി, വിനോദ് ഖോർ. അത് ചേട്ടൻ തന്നെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടോ? ഉടനെ ഞാൻ പോലീസിനെ വിളിച്ചു. അവനെ ഞാൻ പിടിച്ചു. കൊല്ലത്തുകാരനായിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഇത് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഇട്ടിരിക്കുന്നത്, ഇത് വളരെ ഇതാണ്, കാരണം എന്നെ എപ്പോൾ ആളുകൾ വിളി തുടങ്ങും, എനിക്ക് ഇവനെ പിടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സൈബർ അല്ലല്ല, എന്നെ പലരും വിളിച്ചു തുടങ്ങിയ ആളുകൾ. വിനോദം ഇങ്ങനെ സാധനം വന്നിട്ട് നീ മരിച്ച രീതിയിലാണല്ലോ അയാൾ എഴുതിയിരിക്കണം. നോക്കും അപ്പോൾ സത്യമാണ് സംഭവം, ഞാൻ മറ്റൊരു കൂട്ടുകാരൻ മരിച്ച കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ കൊല്ലത്ത് പോയി അവനെ പിടിച്ചു. പോലീസുകാർ ഫോണിലൂടെ എന്നോട് സംസാരിപ്പിച്ചു. അപ്പോൾ പോലീസുകാർ പറയും അവന് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ പറഞ്ഞു, മോനെ ഒരാളെ കൊന്നിട്ടാണോടാ, 22 വയസ്സുള്ളൂ, ഒരാളെ കൊന്നിട്ടാണോ നീ സബ്സ്ക്രൈബർ ഉണ്ടാക്കുന്നത്? എനിക്ക് എങ്ങനെ തോന്നുന്നു ഈ ജീവനോട് ഇരിക്കണ എന്നെ പിടിച്ച് കൊന്നത്? എനിക്കറിയാലോ വിനോദ് കൗരല്ലാന്ന്. ഇതാണ് അല്ല, അയാള് പിന്നെ എന്നെ രക്ഷിക്കണേട്ടാ, എന്നോട് ക്ഷമിക്കണേട്ടാ, ഏട്ടൻ പറഞ്ഞാൽ എന്നെ പോലീസ് വിടുള്ള ഏട്ടാ. പോലീസ് 2 കൊടുത്തിട്ട് വിട്ടു. ഇനി മെയിൽ ആവർത്തിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ. ശരിക്കും അതുപോലെ സിനിമ റിവ്യൂകളുടെ കാര്യത്തിലോ? റിവ്യൂ ഞങ്ങൾ മറുമായത്തിലൊക്കെ ഒരുപാട് കാണിച്ചു. റിവ്യൂ പടം ഇറങ്ങുന്നതിന് മുമ്പേ സിനിമയെക്കുറിച്ച് കണ്ടിട്ട് ആളുകൾ പറഞ്ഞു തുടങ്ങുകയാണ്, അത് ബോറം പടമാണ്, കയറരുത്, കാശ് കളയരുതെന്നും പറഞ്ഞിട്ട്. എന്തിനാണ് അങ്ങനെ? സിനിമ കണ്ടിട്ട് യഥാർത്ഥമായിട്ട് പറഞ്ഞോട്ടെ, യഥാർത്ഥമായിട്ട് പറയണതിന് കുഴപ്പമില്ല. പക്ഷെ അതിന് ഇങ്ങനെ ഒരു വിഭാഗത്തിനെ തേജോവധം ചെയ്യാനായിട്ട് ആരും ഒന്നും ചെയ്യരുത്. അതൊക്കെ വളരെ മോശമാണ്. കാരണം ഒരു സിനിമയുടെ പിന്നിൽ എത്ര പേര് പ്രവർത്തിക്കണമെന്ന് അറിയുള്ളൂ. ഈ സിനിമയുടെ പിന്നിൽ ഇതിൻ്റെ സംവിധായകൻ്റെ ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഒരു പ്രസവം നടക്കുന്ന ദിവസമാണെന്ന്, 30-ാം തീയതി. സത്യമാണത്. കാരണം ഈ 10 മാസമായിട്ട് ഇതിനു വേണ്ടി നടക്കുകയാണ്. 11-ാം മാസം സിനിമ റിലീസാവുകയാണ്. അത് കണ്ട് സിനിമ ഇറങ്ങി ഫസ്റ്റ് ഡേ തന്നെ റിവ്യൂ വന്ന് ഇതിന് കയറരുത്, ഇത്ര മോശം പടമാണ്, കയ്യിലെ കാശ് കൊണ്ട് കളയരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും? ഈ എഴുതുന്ന ആൾക്ക് ഒരു 6000 രൂപേൻ്റെ മൊബൈലും ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. പക്ഷെ എത്ര ആൾക്കാരുടെ മനസ്സിൽ ബാഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന അറിയാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. കൺട്രോൾ വരണം എന്നാണല്ലേ? ഓക്കെ, നമുക്ക് ഇനി ഓണത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത്തവണ ഓണത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടികളുണ്ടോ? സ്പെഷ്യൽ ഒന്നും ഇല്ലപ്പാ. സ്പെഷ്യൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനിത്തവണ ഓണം ആഘോഷിക്കുന്നില്ല, ഒരു കോടി പോലും വാങ്ങിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ഞാനിപ്പോൾ നാളെ മറ്റന്നാൾ വയനാട്ടിൽ പോകുന്നുണ്ട്. വയനാട്ടിലെ സ്കൂൾ കുട്ടികളുടെ കൂടെയാണ് ഞാൻ.
എന്നെ കുട്ടികളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. അപ്പം ഞാനവിടെ പോകും. മൊത്തം കുട്ടികളെ ഞാൻ 2 മണിക്കൂർ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടാവില്ല. ടിവിയിൽ കണ്ടിട്ട് പോലും അത് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ നേരിട്ട് പോയി കാണുമ്പോഴാണ് ഇഷ്ടം. ചേട്ടൻ എന്താണ് പ്ലാൻ ഓണത്തിന്? ഓണത്തിന് അങ്ങനെയൊന്നുമില്ല. ഇപ്രാവശ്യത്തെ ഇത് നിറം മങ്ങിയ ഓണമായിരിക്കും. ആർക്കും അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ ഇപ്രാവശ്യം. അതെ, എത്ര ആൾക്കാരാണ് പൊട്ടുന്നതിനെ ഉറങ്ങുന്ന ഉറക്കത്തിലുള്ള ആളുകൾ മരിച്ചു പോയത്. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് പറ്റില്ല. ഓക്കെ, എന്തായാലും സിനിമ 30-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ മാന്ത്രിക എന്ന് പറഞ്ഞ ഒരു മാന്ത്രിക സ്പർശം തന്നെ ഉണ്ടാവട്ടെ. എല്ലാ ആളുകളും സ്വീകരിക്കട്ടെ, ഇത് കൈ നീട്ടി സ്വീകരിക്കട്ടെ. ചിത്ര ഫസ്റ്റ് ഡേ തന്നെ സിനിമക്ക് പോകും. ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന ആളും സിനിമക്ക് പോകും. അപ്പോൾ നിങ്ങളും പോകണം, നിങ്ങളെല്ലാവരും. കാരണം എനിക്കും ജീവിക്കണ്ടേ, എനിക്കും ഒരു നല്ല വേഷമൊക്കെ ചെയ്യണ്ടേ. അപ്പം ഞാനും സുമിത്തും പ്രിയൊക്കെയാണ്, പിന്നെ ശിവജി ഗുരുവായൂരും ഒക്കെയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ. പക്ഷേ നന്മയുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്യണം. ഷിബുവിൻ്റെ സംഗീതം, ഷിബുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന പ്രതീക്ഷയിലാണ്. അപ്പം നിങ്ങളെല്ലാവരും 30-ാം തീയതി തിയേറ്ററിൽ പോയിട്ട് സിനിമയെ കാണുക. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്ര മാത്രമേ പറയാം. താങ്ക് യു. ഓണം ദിന പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലക്ഷ്യം ജോലിയാണോ? എങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് 2 പതിറ്റാണ്ടുകളായി സ്ഥിതി ചെയ്യുകയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും തൊഴിൽ നൽകിയും ജനങ്ങളുടെ വിശ്വസ്തത നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന തിരുവല്ലാമലയിലെ ഏക സ്ഥാപനമാണ് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. സ്കിൽഡ് പ്രൊഫഷണൽസിനെയാണ് എല്ലാ കമ്പനികൾക്കും ആവശ്യം. ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ, GST ഫയലിംഗ്, SAP, പ്രോഗ്രാമിംഗ് ആൻഡ് കോഡിംഗ്, മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളും കൂടാതെ മാർക്കറ്റിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന Django, ഫ്ലട്ടർ, ഡാറ്റ അനാലിസിസ്, ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പർ തുടങ്ങിയ നിരവധി കോഴ്സുകൾ തിരുവിലാമല ജിടെക്കിൽ ലഭ്യമാണ്. ഒരു ജോലി എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എന്നാൽ പേടി കൂടാതെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എത്ര പേർക്ക് സാധിക്കും? ഇതിനുള്ള പരിഹാരം തിരുവല്ലാമല ജിടെക്കിലുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മളിവിടെ നൽകുന്നുണ്ട്. കൂടാതെ ഓരോ ആഴ്ചയിലും എല്ലാ ജിടെക് സ്റ്റുഡൻസിനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ പോലും ജിടെക് അഡ്മിൻ ഓഫീസ് ഒരുക്കിയിട്ടുണ്ട്. ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ജിടെക്കിൽ തന്നെയുള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ? വേഗം തിരുവല്ലാമല ജിടെക്കിൽ ചേരല്ലേ? വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ. സ്റ്റൈലിഷ് ലുക്കിൽ മെൻസ് വെയർ കളക്ഷനുമായി ഡൗൺ ടൗൺ ഫാഷൻ സ്റ്റോർ പാറമേൽപ്പടി. പുതുപുത്തൻ തുണിത്തരങ്ങളുമായി ഓണം ഷോപ്പിംഗിന് ഡൗൺ ടൗണിനോടൊപ്പം. ബ്രാൻഡഡ് മെൻസ് വെയർ, ഷർട്ട്, ടീഷർട്ട്, കുർത്തകൾ, ജീൻസ്, ധോത്തീസ്, ഷോർട്സ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വസ്ത്രങ്ങളുടെ മായാവിസ്മയ ലോകം. ഇനി ഫാഷൻ ലോകത്തെ ട്രെൻഡിനോടൊപ്പം നിങ്ങൾക്കും അണിഞ്ഞൊരുങ്ങാം. ഡൗൺ ടൗൺ ഫാഷൻ സ്റ്റോർ പാറമേൽപ്പടി, കൊണ്ടാഴി. ഫോൺ 9249127282 6282304838. കുത്താമ്പള്ളിയുടെ കൈത്തറി കസവ് മുണ്ടുകളാണോ നിങ്ങൾക്ക് ആവശ്യം? ഇനി കുത്താമ്പള്ളി വരെ യാത്ര ചെയ്യേണ്ടതില്ല. കയ്യെത്തും ദൂരത്ത് കൈത്തറി ഗ്രാമമായ കുത്താമ്പള്ളിയിൽ നിന്നും കസവിന്റെ വലിയ ശേഖരവുമായി ദീപാസ് ആൻഡ് ലൂംസ്. ആലുക്കാസ് ഗ്രൗണ്ടിന് എതിർവശം, ചേലക്കര. സെറ്റ് മുണ്ട് 150 രൂപ മുതൽ, ഡബിൾ മുണ്ടുകൾ 250 രൂപ മുതൽ ലഭ്യമാണ്. കല്യാണ ആവശ്യങ്ങൾക്കുള്ള കസവ് സാരികളും സെറ്റ് മുണ്ടുകളും ഡബിൾ മുണ്ടുകളും കോട്ടൺ സാരികളും മിതമായ നിരക്കിൽ നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന തുണിത്തരങ്ങളുമായി ദീപാസ് ആൻഡ് ലൂംസ്. യൂണിഫോം സെറ്റ് മുണ്ടുകൾ, ഡബിൾ മുണ്ടുകൾ, സാരികൾ എന്നിവ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡിസൈൻ ചെയ്ത് നൽകുന്നു. കൂടാതെ പൂജയ്ക്കാവശ്യമായ പട്ടുകൾ, മല്ലുമുണ്ടുകൾ എന്നിങ്ങനെ എല്ലാ പൂജാതി വസ്ത്രങ്ങളും ലഭ്യമാണ്. ഇതുകൂടാതെ ലേഡീസ് ഇന്നർ വെയേഴ്സ്, ജീൻസ്, മറ്റു ബ്രാൻഡഡ് കമ്പനി ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. ദീപാസ് ആൻഡ് ലൂംസ്, ആലുക്കാസ് ഗ്രൗണ്ടിന് എതിർവശം, ചേലക്കര. ഫോൺ 8075821110.